ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2022 നടന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? ഓപ്ഷൻ സി 125 ആണ് ആൻസർ. കാരണം 36, 100, 9 ഇത് മൂന്നും സ്ക്വയേഴ്സ് ആയിട്ടുള്ള സംഖ്യയാണ്. 125 ക്യൂബ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. 36 എന്ന് വെച്ചാൽ 6ന്റെ സ്ക്വയർ ആണ്, 100 10ന്റെ സ്ക്വയർ ആണ്, 9 3ന്റെ സ്ക്വയർ ആണ്, 125 5ന്റെ ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 125. അടുത്ത ക്വസ്റ്റ്യൻ, 13.01 പ്ലസ് 14.032 മൈനസ് 10.43 ഇസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 13.01 പ്ലസ് 14.032 2 3 1 4 0 4 3 7 1 1 2 27.042. ഇതിൽ നിന്ന് 10.43 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 2 4 മൈനസ് 3 1. മുകളിൽ ചെറിയ സംഖ്യ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൊടുക്കുക. അപ്പൊ ഇവിടെ 10 മൈനസ് 4 6 വരും. ഇവിടെ ഒരു 1 കൊടുത്താൽ അത് ആ 1 ഇവിടെ കൂട്ടണം. അപ്പൊ ഇവിടെ 0 പ്ലസ് 1 1 വരും. 7 മൈനസ് 1 6, 2 മൈനസ് 1 1. 16.612 ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദൂരം കിലോമീറ്റർ, കോൺ എന്ത് വരും? സൊല്യൂഷൻ, ദൂരത്തിന്റെ യൂണിറ്റ് ആണ് കിലോമീറ്റർ, അതുപോലെ കോണിന്റെ യൂണിറ്റ് ഡിഗ്രി ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. 7 11 19 31 47 ഡാഷ്. സൊല്യൂഷൻ, ഈ സീരീസ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കുക. അപ്പൊ ഇവിടെ ആദ്യം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 7 പ്ലസ് 4 11. 11ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. 11 പ്ലസ് 8 19. 19ഉം 31ഉം തമ്മിലുള്ള ഡിഫറൻസ് 12 ആണ്. 19 പ്ലസ് 12 31. 31ഉം 47ഉം തമ്മിലുള്ള ഡിഫറൻസ് 16 ആണ്. 31ഉം 16ഉം 47. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 4 8 12 16. 4ന്റെ തുടർച്ചയായ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഇനി 16 കഴിഞ്ഞാലുള്ള അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 20 ആണ്. അപ്പൊ 47 പ്ലസ് 20 67 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? സൊല്യൂഷൻ, ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം. 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറയുമ്പോൾ 21 പ്ലസ് 4 25-ാം തീയതി ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 3-ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. ഒരു ദിവസത്തോട് 7 കൂട്ടുവാണെങ്കിൽ അതേ ദിവസം തന്നെ ലഭിക്കും. അപ്പൊ ഇവിടെ 3 പ്ലസ് 7 10, 10 പ്ലസ് 7 17, 17 പ്ലസ് 7 24. ഈ തീയതികളെല്ലാം വെള്ളിയാഴ്ചയായിരിക്കും. 24-ാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ 25-ാം തീയതി ശനിയാഴ്ച ആയിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ശനി. ഇനി ഇത് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതായത് തന്നിരിക്കുന്ന ദിവസം മുതൽ കണ്ടുപിടിക്കേണ്ട ദിവസം വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. ആ ദിവസത്തിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തോട് കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. അപ്പൊ ഇവിടെ 3-ാം തീയതി മുതൽ 25-ാം തീയതി വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. 25 മൈനസ് 3 22 ദിവസമാണുള്ളത്.
22/7 ചെയ്യുക. അപ്പൊ ശിഷ്ടം കിട്ടുന്നത് 1 അപ്പൊ ഈ ശിഷ്ടം 1 തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ദിവസം വെള്ളിയാണ്. വെള്ളി +1 ശനി. ശിഷ്ടം 1 കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് 1 കൂട്ടി. അപ്പം വെള്ളി +1 ശനിയാഴ്ച ആയിരിക്കും. അതാണ് 25-ാം തീയതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, സരളയുടെ റാങ്ക് മുന്നിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? സൊല്യൂഷൻ, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 2 പൊസിഷൻസും തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. അതൊരു ഫോർമുല ആയിട്ട് പറയുവാണെങ്കിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആണെങ്കിൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു m + n - 1 ആയിരിക്കും. അപ്പൊ ഇവിടെ പൊസിഷൻസ് 9ഉം 38ഉം ആയിട്ട് എടുക്കുക. ടോട്ടൽ ഈസ് ഈക്വൽ ടു 9 + 38 - 1. 9ഉം 38ഉം 47, 47 - 1 46 ആയിരിക്കും ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ ലസാഗു 7700ഉം ഉസാഖ 11ഉം ആണ്. അതിൽ ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? സൊല്യൂഷൻ, 2 സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖ. അപ്പൊ 2 സംഖ്യകൾ n1ഉം n2 ആയിട്ട് എടുത്താൽ n1 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. n1 ആയിട്ട് 275 എടുക്കുവാണ്. n1 ഇൻറ്റു n2 275 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു LCM 7700 ഇൻറ്റു HCF 11. Therefore n2 ഈസ് ഈക്വൽ ടു 7700 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 275. 275നെ 11 കൊണ്ട് കിട്ടുക. 11 2 22, 22 5 27. അപ്പൊ 55 ആകുമ്പോൾ 11 5 55, 25 വരും. 7700/25. 7700നെ 77 ഇൻറ്റു 100 എടുക്കാം. അപ്പം 100/25 4, 77 ഇൻറ്റു 4 4 28, ശിഷ്ടം 2, 4 28 2 30, 308. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, 44 3/1 പ്ലസ് 10 3/1 മൈനസ് 8 3/1 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഇവിടെ വന്നിരിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. ഇത് ചെയ്യാനുള്ള എളുപ്പവഴി, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളും ഭിന്നസംഖ്യകളും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ സംഖ്യകൾ 44 പ്ലസ് 10 മൈനസ് 8. ഇത് 44 10 54, 54 8 പോയാൽ 46. 1/3 പ്ലസ് 1/3 മൈനസ് 1/3 ഈസ് ഈക്വൽ ടു പ്ലസ് 1/3 മൈനസ് 1/3 വെട്ടിപ്പോവും, പിന്നെ 1/3. ഇത് 1/3 എന്ന് വരും. അപ്പൊ ഇതിന്റെ ഉത്തരം 46 3/1. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32, 45, 50, 28, 40 എന്നിവയാണ് എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? സൊല്യൂഷൻ, ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. തുക, ഈ മാർക്കുകൾ ആഡ് ചെയ്യുന്നതാണ് തുക. 32 പ്ലസ് 45 പ്ലസ് 50 പ്ലസ് 28 പ്ലസ് 40. 2 5 7 8 15, ശിഷ്ടം 1, 3 4 7 5 12, 2 14 4 18 1 19. തുക 195. എണ്ണം, ഇവിടെയുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം 5 ആണ്, എണ്ണം 5. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
195/5. 39 ശരാശരി. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 15,625 എന്ന സംഖ്യയുടെ വർഗമൂലം കാണുക. സൊല്യൂഷൻ. വർഗമൂലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 15,625ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന സംഖ്യയെ യൂണിറ്റ് പ്ലേസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 ഡിജിറ്റ് മാറ്റി 2 പാർട്ടാക്കുക. അപ്പൊ ഇവിടെ യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തേക്കും. ഒറ്റയുടെ സ്ഥാനത്തേക്ക് ഇവിടെ 5 ആണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് 2 ഡിജിറ്റ് മാറ്റണം. 2 ഡിജിറ്റ് മാറ്റി ഇതിനെ 2 പാർട്ടാക്കുക. ഇപ്പൊ ഇത് 2 പാർട്ടായി. 156, 25. ഇതിലെ ഫസ്റ്റ് പാർട്ടിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ട് ഇവിടെ 156 ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 156 പെർഫെക്റ്റ് സ്ക്വയർ ആയ ഒരു സംഖ്യയല്ല. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നോക്കേണ്ടത് ഈ 156ൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് എടുക്കുക. 156ൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് 12 ആണ്. അതായത് 156ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആയ സംഖ്യ 144. 144ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 144ന്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. അപ്പൊ ഇവിടെ 156ൽ മാക്സിമം അടങ്ങുന്ന സ്ക്വയർ റൂട്ട് 12 ആണ്. 12 എടുത്തു. അപ്പൊ സ്ക്വയർ റൂട്ടിലെ പകുതി ഭാഗം കിട്ടി. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് സ്ക്വയറിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയിട്ടായിരിക്കും സ്ക്വയർ റൂട്ടിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുന്നത്. ഇവിടെ സ്ക്വയറിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആണ്. സ്ക്വയറിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5ഓ 0ഓ വരുവാണെങ്കിൽ സ്ക്വയർ റൂട്ടിലും ആ സെയിം സംഖ്യ തന്നെയായിരിക്കും. അതായത് സ്ക്വയറിൽ 5 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. അതുപോലെ സ്ക്വയറിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയ ഒരു സംഖ്യ. ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ടിലും 5 തന്നെ വരുള്ളൂ ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പൊ ഇതിന്റെ ഉത്തരം 125 ആണ്. ആൻസർ ഓപ്ഷൻ എ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവർ കാണുക. ഇതിന്റെ ഉത്തരം ഇപ്പം 125 ആണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ് ആണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? സൊല്യൂഷൻ. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിനുള്ള സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം ടി ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് TL പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് TL ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് 240 മീറ്റർ, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 750 മീറ്റർ. ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ്. അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് സ്പീഡ് S ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ട്രെയിനിന്റെ ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ ലെങ്ത് 240. ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24. അപ്പൊ 240/24 അതായിരിക്കും സ്പീഡ്. 10 മീറ്റർ പെർ സെക്കൻഡ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടൈം ടി ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് 240, പ്ലാറ്റ്ഫോം ലെങ്ത് 750 ഡിവൈഡഡ് ബൈ സ്പീഡ് 10. 0, 4, 5, 9, 7, 2, 9.
990/10 ഈസ് ഈക്വൽ ടു 99 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ത്? സൊല്യൂഷൻ. ഇത് ഫാമിലി റിലേഷൻഷിപ്പ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഫിഗർ വരച്ച് കണ്ടുപിടിക്കാം. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പം മനസ്സിലാവുമെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. അപ്പൊ ഇവിടെ അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? അയാളുടെ അച്ഛനായിരിക്കും. അയാളുടെ അച്ഛൻ. എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ എന്റെ മുത്തശ്ശന് ഒരൊറ്റ മകനേ ഉള്ളൂ. അതാരായിരിക്കും? എന്റെ അച്ഛനായിരിക്കും. അപ്പൊ അയാളുടെ അച്ഛൻ എന്ന് പറയുന്ന ആരാ? എന്റെ അച്ഛനാണ്. അയാളുടെ അച്ഛൻ തന്നെയാണ് എന്റെ അച്ഛൻ. അപ്പൊ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ സഹോദരനായിരിക്കും അയാള്, അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, സഹോദരനാണ്. ആ സ്ത്രീയുടെ സഹോദരനാണ് ആ ഫോട്ടോയിലുള്ള പുരുഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സാഡ് 814, ക്യാറ്റ് 317, ഇയർ 519 ആയാൽ ഡിയറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? സൊല്യൂഷൻ. ഇവിടെ നോക്കിയാൽ എ, ഈ 3 വേർഡ്സിലും എ റെപ്രസെന്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. അതായത് എയുടെ നേരെ വന്നിരിക്കുന്ന സംഖ്യ 1 അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ തന്നിരിക്കുന്ന വേർഡ്സിലെ ലെറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പർ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എസ് 8 എ 1 ഡി 4 സി 3 എ 1 ടി 7 ഇ 5 എ 1 ആർ 9 അപ്പൊ ഇവിടെ ഡിയറിലെ ഡി റെപ്രസെന്റ് ചെയ്യുന്നത് 4 ഇ റെപ്രസെന്റ് ചെയ്യുന്നത് 5 എ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1 ആർ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 9 അപ്പൊ ഇത് 4519 എന്ന് വരും. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? സൊല്യൂഷൻ. 500 രൂപ വിലയുള്ള സാധനം 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ഡിസ്കൗണ്ട് തന്നെയായിരിക്കും നഷ്ടം. അതായത് 500ന്റെ 10%, അതായത് 500 × 100 50 രൂപയാണ് ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് തന്നെയാണ് ഇവിടുത്തെ നഷ്ടമായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി, 50 രൂപ. ഇനി ഇത് ഫോർമുല വെച്ച് ചെയ്യുവാണെങ്കിൽ ലോസ്, നഷ്ടം ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 500 രൂപ. സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 10%. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് പ്രൈസും ഡിസ്കൗണ്ടും തന്നാൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 500 ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതായത് 100 മൈനസ് 10, 90/100. അപ്പൊ ഇവിടെ 450 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ലോസ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പം ലോസ് എൽ ഇസ് ഈക്വൽ ടു 500 മൈനസ് 450, 50 രൂപ. ആൻസർ ഓപ്ഷൻ സി. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 3³ × 2 - 4 + 14 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ.
അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ട ഓർഡർ ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഇങ്ങനെ വേണം. അപ്പൊ ഇവിടെ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 3 ക്യൂബ് 27, 27 ഇൻറ്റു 2 54 പ്ലസ് 14 മൈനസ് 4 54 14 68 68 മൈനസ് 4 64 ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. റാണിയുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. റാണിയുടെ വയസ്സിന് എക്സ് ആയിട്ട് എടുക്കാം. സുമയുടെ വയസ്സ് തന്നിട്ടുണ്ട് ഇവിടെ. സുമയുടെ വയസ്സ് 64 റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അപ്പൊ രവിയുടെ വയസ്സ് ഈസ് ഈക്വൽ ടു റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതൽ, അതായത് എക്സ് പ്ലസ് 10. അപ്പൊ ഇവിടെ റാണിയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ രവിയുടെ വയസ്സിനേക്കാൾ 10 കുറവായിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു രവി മൈനസ് 10 ആയിരിക്കും. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ്. അതായത് രവി മൈനസ് 8 ആയിരിക്കും. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ്. സുമയുടെ വയസ്സ് ഇവിടെ തന്നിട്ടുണ്ട് 64. 64 എന്ന് പറയുന്നത് രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ്. അപ്പൊ രവിയുടെ വയസ്സോ? രവിയുടെ വയസ്സ് 64 പ്ലസ് 8 72 ആണ് രവിയുടെ വയസ്സ്. അപ്പം റാണിയുടെ വയസ്സോ? റാണിയുടെ വയസ്സ് രവിയുടെ വയസ്സിൽ നിന്ന് 10 കുറവാണ്. അപ്പൊ റാണിയുടെ വയസ്സ് എക്സ് ഈസ് ഈക്വൽ ടു രവിയുടെ വയസ്സിൽ നിന്ന് 10 കുറയ്ക്കുക. 72 മൈനസ് 10 62 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 100, ബി 10 സ്ക്വയർ, സി 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ഡി 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. സൊല്യൂഷൻ. ഒറ്റയാൻ ഏതെന്ന് നോക്കുക. ഓപ്ഷൻ എ 100, ബി 10 സ്ക്വയർ. 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. സി 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ 16 പ്ലസ് 3 സ്ക്വയർ 9. 16 9 25. ഓപ്ഷൻ ഡി 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64. 36 64 100. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയും ബിയും ഡിയും 100 ആണ്. ഓപ്ഷൻ സി 25 ആണ്. അപ്പം എയും ബിയും ഡിയും സെയിം വാല്യൂ ആണ്. ഡിഫറെന്റ് വാല്യൂ വരുന്നത് ഓപ്ഷൻ സിയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒറ്റയാൻ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഡോളർ ഈസ് ഈക്വൽ ടു ഇൻറ്റു @ ഈസ് ഈക്വൽ ടു മൈനസ് ഹാഷ് ഈസ് ഈക്വൽ ടു പ്ലസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ ആയാൽ $23, 25%, 5 ഹാഷ് 10 @ 3 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ ഈ സിമ്പിൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന സൈൻ വെച്ചിട്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡോളർ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻറ്റു സൈൻ ആണ്. അപ്പൊ ഇതിങ്ങനെ വരും 23 ഇൻറ്റു 25. പെർസെൻറ്റേജ് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ ഡിവിഷൻ ആണ്. അപ്പൊ 25/5. അടുത്ത ഹാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് സൈൻ ആണ്. പ്ലസ് 10 @ റെപ്രസെന്റ് ചെയ്യുന്ന സൈന് മൈനസ് ആണ്. -3. അപ്പൊ ഇത് സൈൻ ഇട്ട് കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്
ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ട ഓർഡർ ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഇങ്ങനെ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം ഡിവിഷൻ ചെയ്യുക. 25/5 5. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ 23 × 5 115. പിന്നെ പ്ലസ് ചെയ്യുക. 115 + 10 - 3. 115ഉം 10ഉം 125. 125 - 3 122 ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 27:3 1000 എത്ര? സൊല്യൂഷൻ 27:3. അതായത് 27ന്റെ ക്യൂബ് റൂട്ട് ആണ് 3. അതുപോലെ 1000ന്റെ ക്യൂബ് റൂട്ട് 10 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 10. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.